Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഹണി ബണി ഡ്രൈവിംഗ് സ്കൂൾ അങ്ങനെ പുതിയ ബിസിനസ് തുടങ്ങി. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ ടാഗ് ലൈനും ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഹൃദയമിടിപ്പിന്റെ ശബ്ദമാണ് ബം ബം, കാർ ഓടിച്ച് പഠിക്കാം പാം പാം. എന്തായാലും ഒരു സെൽഫി എടുത്തേക്കാം. വാ, നമുക്ക് എല്ലാവർക്കും സെൽഫി എടുക്കാം. നിങ്ങളുടെ കൂടെ അല്ല, കാറിന്റെ കൂടെയാ. നിന്റെ വല്യളിന്നല്ല കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഈ കാർ നാളെ എങ്ങാനും കണ്ടില്ലെങ്കിലോ? നീ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു ദിവസം നീ എന്റെ കാർ കമ്പനിയിലേ ജോലി അന്വേഷിച്ചു വരും, എനിക്ക് ഉറപ്പാ. അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്നെ റിജക്ട് ചെയ്യും, നോക്കിക്കോ. അതെന്തിനാ തിരിഞ്ഞു നിൽക്കുന്നേ? കാരണം പണക്കാരും തന്നെ നേരെ നോക്കി സംസാരിക്കാറേ ഇല്ലല്ലോ. എന്നാ എല്ലാരും വാ, നമുക്ക് ബാക്കിയുള്ള പോസ്റ്ററും കൂടി ഒട്ടിക്കാം. ഐഡിയ. കൂട്ടുകാരെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. എങ്ങോട്ടാണ് ഈ ഓടുന്നത്? നിന്നെ ഇന്ന് ഞാൻ വിടാൻ പോകുന്നില്ല. താങ്ക് യു കുട്ടികളെ, നിങ്ങൾ കാരണം ഇന്ന് വേറൊരു കളി എനിക്ക് പിടിക്കാൻ കഴിഞ്ഞു. വെൽക്കം പാണ്ട. വേഗം വാ, നമുക്ക് ഉടനെ ഓഫീസിലേക്ക് പോയി കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യാം. ഇവിടെ ഒരു കസേര പോലും ഇല്ലല്ലോ. ഞാൻ പോയി എനിക്ക് വേണ്ടിട്ട് ഒരു കസേര എടുത്തോണ്ട് വരാം. ഹണി, നിനക്ക് കാറിന്റെ സീറ്റ് ഇരിക്കാൻ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. സംശയമുണ്ടോ? സുഹൃത്താ, എല്ലാവരുടെയും സുഹൃത്താ. സോറി കർത്താ, എല്ലാവരുടെയും സുഹൃത്താ. ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. നാളെ എന്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ അഡ്വഞ്ചർ ട്രിപ്പിന് പോണം. പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ല. അപ്പൊ നിനക്ക് സത്യം തുറന്നു പറയാൻ കഴിയില്ലായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന്. അതിന് അദ്ദേഹം എന്നെ വല്ലാതെ തല്ലി. അതെന്താ? കാരണം വണ്ടി 100 കിലോമീറ്റർ സ്പീഡിലാ ഓടിക്കൊണ്ടിരുന്നത്. ആ വണ്ടി ഓടിച്ചത് ഞാനായിരുന്നു. നീ ടെൻഷൻ അടിക്കേണ്ട കർത്താ, ഞാൻ വളരെ ഫേമസ് ആയ കാർ ട്രെയിനറാണ്. നിനക്കറിയോ, മുഗൾ ചക്രവർത്തി ഞാൻ കാരണമാണ് കുതിരപ്പുറത്ത് വന്നത്. അതെന്താ? കാരണം ഞാൻ അദ്ദേഹത്തെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വണ്ടി ഓടിച്ചിട്ട് വരുമായിരുന്നില്ലേ? ഞാൻ വല്ലാതെ ഇംപ്രസ് ആയി പോയി. എനിക്ക് പെട്ടെന്ന് വണ്ടി പഠിപ്പിച്ചതാ. കാരണം ഞാൻ ട്രിപ്പിന് പോകാനുള്ളതാണ്. ബ്രേക്ക് പിടിക്കേ, ബ്രേക്ക്. രണ്ട് കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കല്ലേ, താഴെയുള്ള ബ്രേക്ക് എങ്ങനെയാണ് പിടിക്കുക? പഠിക്കുന്നത് നന്ദു, പറഞ്ഞു കൊടുക്കുന്നത് ഹണി. ഇത് കായലിൽ കൊക്കിക്കടയിലുള്ളത് പോലെ ആയല്ലോ.
game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. നന്ദു നമ്മൾ തിരിയുമ്പോ അടുത്തുള്ളവർക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കണം. ഓക്കേ. ഇന്ന് ഇൻഡിക്കേറ്റർ കിട്ടി, നാളെ ഹെഡ്ലൈറ്റ് കിട്ടും, അപ്പൊ മറ്റൊന്ന് സ്റ്റിയറിംഗും വരും. അപ്പൊ എനിക്ക് പുതിയ കാർ ഉണ്ടാക്കാൻ അധികം നാള് വേണ്ടി വരില്ല. ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തു. എത്ര പെട്ടെന്നാണ് ഞാൻ വണ്ടി പഠിച്ചത്. എടാ കറുത്ത, സ്റ്റുഡൻസ് ആയി കഴിഞ്ഞാൽ വളരെ പതുക്കെ വേണം വണ്ടി ഓടിക്കാൻ. ഓക്കേ. ഹായ്. അടുത്ത ജംഗ്ഷൻ എത്തുമ്പോഴേക്കും എന്റെ യൗവനം മാറി ഞാൻ വയസ്സനാകും. കാർ വേഗം ഓടിക്കടാ. ഓക്കേ. കർത്താ മുന്നോട്ട് നോക്ക്, വേഗം വളക്കേ 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 പെട്ടെന്ന് വളക്കേ. എന്റെ കർത്താ, നീ ഇത് എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നേ? എന്താ ഇത്? 4 മണിക്കൂറായി പ്ലെയിനിൽ ഇരിക്കുന്നു. ഫ്ലൈറ്റ് ഇപ്പോഴും ഭൂമിയിൽ തന്നെയാണ്. എന്ത് എയർലൈൻസ് ആണിത്? കർത്താ, എന്റെ കൂട്ടുകാരാ, നീ പറഞ്ഞിരുന്നില്ലേ കൂട്ടുകാരോടൊത്ത് അഡ്വഞ്ചർ ട്രിപ്പിന് പോണോന്ന്? നീ പറഞ്ഞ ആ കൂട്ടുകാർ ഞങ്ങളെങ്ങാനും ആണോടാ? അല്ലോ, ആ ട്രിപ്പ് കാറിലല്ല പോകുന്നത്. എടാ കറുത്ത, ഇനി നിന്നെ ഞങ്ങൾ ട്രാഫിക് സിഗ്നലിനെ കുറിച്ച് പഠിപ്പിക്കാം. അത് കൊള്ളാം, അതാണ് വലിയ എളിയ വേണ്ടത്. റോഡിൽ നിറച്ച് വൈറ്റ് ലൈൻ കാണുന്നില്ലേ? അതിന്റെ അർത്ഥം റോഡ് വയസ്സായെന്നാണ്. അതുകൊണ്ട് റോഡിന് വെളുത്ത മുടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എടാ കഴുതേ, അത് സീബ്ര ക്രോസിംഗ് ആണ്. കണ്ടോ, ഞാൻ സീബ്രയെ ക്രോസ് ചെയ്യിച്ചു. സീബ്ര ക്രോസിംഗ് എന്ന് പറഞ്ഞപ്പോ നീ സീബ്രയെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചു. ഡോക്ടർ രാത്രി ലൈറ്റ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞാ നീ എന്താ ട്യൂബ്ലൈറ്റ് എടുത്ത് കഴിക്കുവോ? കർത്താ, സിഗ്നലിന്റെ റൂൾസ് എന്താണെന്ന് അറിയാമോ? എപ്പ പച്ച കാണുന്നുവോ അപ്പോഴേ വണ്ടി മുന്നോട്ടേക്ക് എടുക്കാവൂ. നീ എന്തിനാടാ വണ്ടി മുമ്പോട്ടെടുത്തേ? എടാ കറുത്ത, നീ എന്തിനാ സിഗ്നൽ വെട്ടിച്ചത്? പിന്നെ കൊച്ചളിയാ, കഴുതയും ഞാനാണ്, ഞാൻ മാത്രമാണ്. ചോർത്താർ പറഞ്ഞത് ഗ്രീൻ കണ്ടിട്ടാണ് വണ്ടി എടുക്കേണ്ടെന്നാ. ഞാൻ ഗ്രീൻ കണ്ടതിന് ശേഷമാണ് വണ്ടി എടുത്തത്. എടാ സിഗ്നൽ റെഡ് ആയിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ നീ ഗ്രീൻ കണ്ടത്? ഞാനവിടെ വെണ്ടയ്ക്ക കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അത് കുഴപ്പമില്ല, നീ ആദ്യമായിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത്. ആർക്കായാലും ഒരു തെറ്റൊക്കെ പറ്റും. ഇനി അവസാനത്തെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. അതാണ് പാർക്കിംഗ് സ്പേസ്. പാർക്കിങ്ങിന്റെ പ്രാക്ടീസ് റോഡിലല്ല ചെയ്യേണ്ടത്. മാർക്കറ്റിൽ പോകാം, അവിടെ ആകുമ്പോ തിരക്കുണ്ടാകില്ല. നിങ്ങളെല്ലാരും കർത്തയുടെ നല്ല സുഹൃത്തുക്കളാണ്. കർത്ത, ഓൾ ദി ബെസ്റ്റ്. അല്ല, നിങ്ങളെന്താ തലകുത്തം നിൽക്കുന്നത്?
കറുത്തയുടെ കൂട്ടുകാർ എപ്പോ വേണമെങ്കിലും വരാം. കറുത്തയെ ഞാൻ വണ്ടി പഠിപ്പിച്ചോളാം. നിങ്ങൾ രണ്ടുപേരും പുറകിലിരിക്കും. ഓ ഓ ഓ ഓ ഓ ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി. നീ ഗിയർ ചേഞ്ച് ചെയ്. ഓ ഓ ഓ ഓ സ്പീഡ് ബ്രേക്കർ ഉണ്ട്. പതുക്കെ പോ. ഓ യു ടേൺ. ഓ ശരി. റെഡ് സിഗ്നൽ. സ്റ്റോപ്പ്. ഓ ഓ ഓ ഗ്രീൻ ആയി. ആക്സിലേറ്റർ. ഓ ഓ സീബ്ര ക്രോസിംഗ്. ബ്രേക്ക്. ഓ ഓ ഓ ബണി, നീ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ മാനാണ് രക്ഷിച്ചത്. പക്ഷെ മാനം രക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. മാനം എന്ന് പറയുന്നത് മുകളിൽ ആകാശത്തല്ലേ. ഹൗ താങ്ക് യു. നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചെടുത്തത്. ഇനി ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം എന്തായാലും കാറിൽ ട്രിപ്പ് പോകും. ഔ ഓ ഹൗ ഇതാ എന്റെ കൂട്ടുകാരെത്തിപ്പോയി. ഇവരെന്തിനാണ് സൈക്കിളിൽ വന്നത്? ഓ സൈക്കിൾ എടുക്ക്, നമുക്ക് എല്ലാവർക്കും കൂടെ സൈക്ലിങ്ങിന് പോവാം. സൈക്ലിങ്ങോ? അതെ അതെ, ഞങ്ങൾ സൈക്കിളിൽ അഡ്വഞ്ചർ ട്രിപ്പിന് പോവുകയാണ്. ഈക്കോ ഫ്രണ്ട്ലി ട്രിപ്പാണ്. കർത്ത, നീ വേഗം സൈക്കിൾ എടുക്കാൻ നോക്ക്. കൂട്ടുകാരെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. നിങ്ങള് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചു തരുമോ? തീർച്ചയായിട്ടും പഠിപ്പിക്കാം. അല്ലേ കൂട്ടുകാരെ? ഇല്ല. ഔ ഔ